ഇന്ന് നമുക്ക് കക്കയിറച്ചി തോരൻ വെച്ചാൽ ഇന്നത്തെ എൻ്റെ പാചകത്തിന് തൊളിയുണ്ട്. ഈ തൊളി നമുക്ക് എളുപ്പം എങ്ങനെ എടുത്ത് കളയാമെന്നും കൂടി നോക്കാം. എന്നിട്ട് നമുക്ക് തോരൻ വയ്ക്കാം കേട്ടോ. ചെറിയൊരു തോരൻ വയ്ക്കാം. ഈ കക്കയിറച്ചി നമുക്ക് ഈ കവറിൽ തട്ടട്ടെ. തട്ടിയിട്ട് നമുക്ക് ഒന്ന് നിരത്താം. എന്നിട്ട് നമുക്കിത് തൊളി എങ്ങനെ കളയുന്നതെന്ന് നോക്കാം. അണക്കി ഒന്ന് ഉരുട്ടാം നമുക്ക്. ഒന്ന് ഓക്കെ മതി. നമുക്ക് എന്നിട്ട് വെള്ളം ഒഴിച്ചിട്ട് നല്ലവണ്ണം ഒന്ന് കഴുകാം കേട്ടോ. വെള്ളം ഒഴിച്ച് നല്ലവണ്ണം അപ്പോൾ ഈ തൊളിയെല്ലാം കുറേയൊക്കെ ഇതിൽ നിന്ന് പോയി കേട്ടോ. അതിൻ്റെ ആ തൊളിയൊക്കെ കുറേ പോയി എന്താ കുറേയൊക്കെ പോയി. വെള്ളം ഇതിൻ്റെ അടിയിൽ നല്ല തൊളിയുണ്ട് കണ്ടോ. തൊളി പിന്നെ നമ്മൾ വൃത്തിയാക്കി 5-6 വെള്ളം കൂടി 2 വെള്ളം കൂടി കഴുകണേ. നമുക്ക് എന്തായാലും കക്കയിറച്ചി തോരൻ വയ്ക്കാം. അതിന് നമുക്ക് 2 കപ്പ് പുളി, പിന്നെ പച്ചമുളക്, ഇഞ്ചിയുണ്ട്. ഇതെല്ലാം കൂടി നമുക്ക് പൊളിച്ച് വൃത്തിയാക്കി ഉള്ളി പൊളിച്ചിട്ട് ഇതെല്ലാം കഴുകി അരിഞ്ഞ് ചെറുതായിട്ട് എടുക്കാം. എന്നിട്ട് നമുക്ക് തോരൻ വയ്ക്കാം. എന്തായാലും എണ്ണ ഒഴിക്കാം കേട്ടോ. എണ്ണ ഒഴിക്കാം. അരിഞ്ഞ് വെച്ചേക്കുന്ന സാധനവും നമുക്ക് എണ്ണ ചൂടാക്കിയിട്ട് തട്ടിയിട്ട് കൊടുക്കാം. കിടക്കണം വാടട്ടെ. നമുക്ക് ഉള്ളി എളുപ്പം വാട നോക്കിച്ചിട്ട് ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. ഉപ്പും കൂടി ഇട്ട് ഇളക്കിയാൽ പെട്ടെന്ന് ഉള്ളി വാടി വരും. നമുക്കൊന്ന് വാട്ടിയെടുക്കാം. പച്ച നല്ലോളവ് മഞ്ഞപ്പൊടി കേട്ടോ. മഞ്ഞപ്പൊടി വേണം. 2 അല്ലി വെളുത്തുള്ളി വേണം. പിന്നെ നമുക്ക് ഇത്തിരി ജീരകം ഇടാം കേട്ടോ. ജീരകം പിന്നെ ഇത്തിരി മുളക് പൊടി വേണം കേട്ടോ. മുളക് പൊടി ഇതെല്ലാം കൂടി ചതച്ചെടുക്കണം. ഒരു കറിവേപ്പിലയും കൂടി ഇട്ട് ചതച്ചെടുക്കാം. കറിവേപ്പിലയും കൂടി ഇട്ട് ചതച്ചെടുക്കാം. അതിൽ നമ്മൾ ഉള്ളി ഭയങ്കരമായിട്ട് വാടില്ല, എന്നാലും നല്ലോണം വാടി. നമുക്കിനി ഇത് കഴുകി വെച്ചിരുന്ന കക്കയിറച്ചി ഇട്ട് നമുക്ക് ഇളക്കിയിട്ട് കുറച്ച് തീയിൽ നമ്മൾ എന്ത് ചെയ്യണം, അങ്ങ് അടച്ച് വെച്ച് ഒന്നും കൂടി ഒന്ന് വെന്ത് വരട്ടെ കേട്ടോ. ഒന്നും കൂടി ഒന്ന് വെന്ത് വരട്ടെ. എല്ലാം കൂടി വെച്ച് അടച്ച് വയ്ക്കാം. അവിടെ ഇരിക്കട്ടെ, അടഞ്ഞിരിക്കട്ടെ. ജാറിയിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. പൊടിച്ച് വെച്ച് ഇത് കണക്ക് ചതച്ച് വെച്ചാൽ മതി. അതാണ് തോരൻ പരുവം. എന്തായാലും ഇളക്കി നോക്കാം. ചെറിയൊരു വെള്ളം ഇതിനകത്ത് നമ്മൾ കഴുകി വരുമ്പോൾ കാണുമല്ലോ. നമുക്കിനി വേണ്ടതെന്ന് വെച്ചാൽ ചെറിയൊരു ഇതുണ്ട്. അതിനിടയ്ക്ക് നമ്മൾ ഈ അരപ്പിതി തട്ടി കൊടുത്തിട്ട് അതിങ്ങനെ പൊത്തി വയ്ക്കുക. അടപ്പ് വെച്ച് അടച്ച് ചെറിയ തീയിൽ വേവിക്കുക. പിന്നെ പച്ചമണം വിട്ട് നമുക്കൊന്ന് നോക്കാം. നമുക്ക് അരപ്പിൻ്റെ കറിവേപ്പിലയുടെയൊക്കെ ഒരു മണം തുറന്നപ്പം കേട്ടോ. വേണമെന്നുള്ളവർക്ക് ഇച്ചിരി മസാല ഇട്ട് കൊടുക്കാം. എനിക്ക് വേണ്ട കേട്ടോ. ഇത്തിരി മസാല വേണമെന്നുള്ളവർക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. മസാലപ്പൊടി ഉണ്ടല്ലോ, കുറച്ച് ഒരു 1/4 സ്പൂൺ ഇട്ട് കൊടുക്കാം. ഞാൻ ഇടുന്നില്ല, എനിക്ക് വേണ്ട. പച്ച നല്ലോണം ഇട്ടുകൊണ്ട് വേണ്ട. ചിലവർക്ക് ഇഷ്ടപ്പെടും. മസാല ഇട്ടാലും കൊള്ളാം, എന്നാലും വേണ്ട. കൊഴുകൊഴുകാവാൻ പാടില്ല. നല്ലോണം കരിയാനൊന്നും പാടില്ല കേട്ടോ. അതിന് ഇളക്കണം. ഒരു ചെറിയൊരു ഇതുണ്ട്, അതെല്ലാം ഒന്ന് പറ്റും കേട്ടോ. അപ്പോൾ പിന്നെ ഉപ്പുണ്ടാന്ന് നോക്കണം. ഉപ്പുണ്ടാന്ന് നോക്കി ഉപ്പുണ്ട് കേട്ടോ. ഉള്ളിയിലിട്ടപ്പോൾ ഉപ്പുണ്ടാകും. പോരാത്തവർ നിങ്ങൾ ഉള്ളിയിലിട്ടിട്ട് ഉപ്പില്ലെങ്കിൽ ഇട്ട് കൊടുക്കണം കേട്ടോ. നല്ല ടേസ്റ്റ് കേട്ടോ. പച്ച നല്ലോളവ് ഇട്ടതിൻ്റെ നമ്മളൊന്ന് തിന്ന് നോക്കിയപ്പോൾ ഉണ്ടല്ലോ, പച്ച നല്ലോളവൊന്ന് വായിൽ കടിക്കും. നല്ല ടേസ്റ്റ് കേട്ടോ. ഇതിപ്പോൾ പച്ച നല്ലോളം ഇല്ലാത്തത് നമ്മൾ സാധാ ഉണക്ക നല്ലോളം ഇട്ട് കൊടുത്താലും മതി കേട്ടോ. നല്ലൊരു തോരനാണ്. അടിപൊളിയായിട്ട് എല്ലാവർക്കും വയ്ക്കാം. ആണുങ്ങൾക്കും വയ്ക്കാം, പെണ്ണുങ്ങൾക്ക് എളുപ്പം തീരും. എളുപ്പം ജോലി വരും. മൊരിഞ്ഞ് വരട്ടെ. അടിപൊളിയാണ് കേട്ടോ. നല്ല ടേസ്റ്റുണ്ട്. തിന്നാർക്ക് അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും വെച്ച് നോക്കണം. നല്ല അടിപൊളിയെന്ന് വെച്ചാൽ അടിപൊളി. നല്ല അടിപൊളി ഒരു തോരനാണ്. എല്ലാവരും വെച്ച് നോക്കണം. സൂപ്പറാണ്, അടിപൊളിയാണ് കേട്ടോ. എല്ലാവരും കഴിക്കാൻ വരി, പെട്ടെന്ന് വരി. സൂപ്പർ തോരൻ.